കോളിഫ്ലവർ ചെടി നന്നായി വളർന്നു വരുന്നുണ്ട്. ഇപ്പം നല്ല ആരോഗ്യമുള്ള ഇലകളാണ്. പിന്നെ സൈഡിൽ നോക്കിയേ ഒരു ചെറിയ ശിഖരം വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ കണ്ടിരിക്കുന്നത് കോളിഫ്ലവറിന് ശിഖരങ്ങൾ ഉണ്ടാവാറില്ല. ഒരു കോളിഫ്ലവർ ഹെഡാണ് പൂക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷേ ചില ചെടികളിൽ ഒരു കോളിഫ്ലവർ ഹെഡ് നമ്മൾ എടുത്ത ശേഷം സൈഡിൽ ഇതുപോലെ വേറെ 1, 2, 3 ഉണ്ടാവാറുണ്ട്. അവയിലും ചെറിയ കോളിഫ്ലവറുകൾ മുമ്പ് ഉണ്ടായതായിട്ട് അനുഭവമുണ്ട്. പക്ഷെ അത് മെയിൻ ഹെഡിനെക്കാട്ടും വളരെ ചെറുതായിരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ ചെടിച്ചട്ടിയിൽ കൂട്ടിനൊരു ചുവന്ന ചീര വളരുന്ന കാണാം. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നുള്ളിയെടുക്കുന്നുണ്ട്. കൂടുതൽ ദിവസം വെച്ചാൽ അതൊക്കെ വേഗം പുഴു തിന്നു പോവും. പിന്നെ സൈഡിലൊരു ചെടിച്ചട്ടിയിൽ ഇടയ്ക്ക് കണ്ടോന്നറിയില്ല, പനിക്കൂർക്ക, ഇവിടങ്ങളിൽ കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയുന്നത് സൈഡിലൊരു ചെടിച്ചട്ടിയിൽ കാണാനുണ്ട്. അത് ഇലയുടെ ഒരു കുറച്ച് ഭാഗം അതാ കണ്ടില്ലേ, അത് പനിക്കൂർക്കയാണ്. ഒരു സൈഡിൽ കാണുന്ന മറ്റേ പച്ചച്ചെടി. അടുത്തുള്ള ഒരു മാളിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ടാണ് ചെടികളുണ്ടായത്. ഈ 2 മാത്രമേ കുറച്ച് ദിവസമെങ്കിലും ഉണ്ടായുള്ളൂ. മറ്റത് 2-3 കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ഈ 2 വാടാൻ തുടങ്ങിയ പോലെയുണ്ട്. ഇലകളൊക്കെ വളരെ മോശമായി, ഇപ്പം തന്നെ നശിച്ചു പോകുമെന്ന് വിചാരിച്ചു. ഭാഗ്യവശാൽ അതിലൊരെണ്ണം പിടിച്ചു നിന്നു. അതാണ് ഈ കാണുന്നത്, വളരാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച 2 നശിച്ചു പോയി എന്നാണ്. പക്ഷേ ഇത് വളരുന്നുണ്ട്. ഒരുപക്ഷെ ആ സമയമാകുമ്പോൾ ചെറിയൊരു മഴ കിട്ടിയതുകൊണ്ടാണോ എന്നറിയില്ല. കാരണം ആ വളർച്ച അടുത്തുള്ള ചെടികൾക്കും കാണുന്നുണ്ട്. കാരണം ആ വെണ്ടയ്ക്ക് നല്ല വളർച്ചയുണ്ട്, ചുവന്ന ചീരയ്ക്കും നല്ല വളർച്ചയുണ്ട്. ആ പനിക്കൂർക്ക അടുത്ത ചെടിച്ചട്ടി കാണുന്നുണ്ട്, അതിനും നല്ല വളർച്ചയുണ്ട്. അതങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ കാണാം, ആ ചുവന്ന ചീര കാണാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നുള്ളി പോകുന്നുണ്ട്. അടുത്തുള്ള പനിക്കൂർക്കയും കാണാം. അങ്ങനെ പിന്നെ കുറേ കാലത്തേക്ക് ഞാൻ വീഡിയോ ക്ലിപ്പ് എടുത്തിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ശേഷം എടുത്ത വീഡിയോ ക്ലിപ്പാണ് നമ്മൾ ആദ്യം കണ്ടത്. നല്ലോണം വളർന്നിട്ടുണ്ട്. ഇനി കൃമികീടങ്ങളൊന്നും ബാധിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കോളിഫ്ലവർ ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്.